ഞാൻ അമേരിക്കയിൽ വന്നു. എനിക്ക് അമേരിക്ക കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ വന്നു, ഇവിടെ കണ്ടു കഴിഞ്ഞു. കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. വളരെ സമ്പന്നമായ ഒരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടുന്ന് അപ്പച്ചൻ ആരാ കൊണ്ടുവന്നേ? എൻ്റെ മകൻ മിഥുൻ തോമസ്. അദ്ദേഹം യൂട്യൂബ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നോണല്ലേ? ആ യൂട്യൂബൊക്കെ അതാണ് എനിക്കറിയാൻ പറ്റിയ വാർത്തകളൊക്കെ വായിക്കും. ഒക്കെ വായിക്കുന്ന ആളാണ്. 24 ന്യൂസിലൊക്കെ വന്നിട്ട് ഒക്കെ വർക്ക് ചെയ്ത ആളാണ് എൻ്റെ മകൻ. ഇവിടെ വന്നിട്ട് അമേരിക്ക വന്നിട്ട് അപ്പച്ചൻ എന്തൊക്കെ കണ്ടു? ഞാൻ കുറേ സ്ഥലങ്ങൾ കണ്ടു. എനിക്ക് അത് എൻ്റെ നയാഗര വെള്ളച്ചാട്ടം കണ്ടു. നയാഗര കണ്ടു. അതുപോലെ ഒരു ഒരു നദി പറ്റി വരണ്ട കൊളറാഡോ റിവർ. അതെ, എനിക്ക് വേറെ അറിയില്ല. എനിക്ക് അത്രയൊന്നും വിവരമുള്ള ആളൊന്നുമില്ല. അതൊക്കെ കണ്ടു. അതുപോലെ ഒരു വലിയൊരു മലയുടെ മുകളിൽ ട്രെയിനിൽ നമ്മൾ ആ പാറയുടെ മുകളിൽ കയറി ഗ്രാൻഡ് കാനിയനില്. ഗ്രാൻഡ് കാനിയൻ അത് കാലിഫോർണിയയില്. കാലിഫോർണിയയിൽ ഹോളിവുഡ് പോയി. ഹോളിവുഡ് പോയി. അങ്ങനെ കുറെ ലാസ് വേഗസ് പോയി. അതെ, അങ്ങനെ കുറെ ഞാൻ കണ്ടു. പൂവഡാം, അത് ഏറ്റവും ഒരു പഴക്കം ചെന്നൊരു ഡാം, വലിയ ഡാമായിരുന്നു. ആ ഡാം കണ്ടപ്പോൾ ഞാൻ അതിശയിക്കാണ്. ഇതെന്താ അതിന്റെ സ്ഥിതി, എന്ത് അപ്പൊ അവര് പറഞ്ഞപ്പോ കണ്ടിന് മാത്രം ഉപയോഗിക്കുന്നത്, കൃഷിക്കല്ല. നമ്മുടെ നാട്ടില് ഇന്ത്യയിലാണ്, കേരളത്തിലാണെങ്കിൽ അത് കൃഷിക്കാണ് വെള്ളം ഉപയോഗിക്കുക ഭൂരിഭാഗം. അവര് പറഞ്ഞ എന്തായാലും അവർ കൃഷിക്കല്ല, കറണ്ടുണ്ട് ഉത്പാദിക്കുക. അതൊക്കെ കേട്ടപ്പോ എനിക്ക് അതിശയായിപ്പോയി. എന്താ, അപ്പച്ചന്റെ വീട് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയാണ്. ഒരു കർഷകനാണ്. അതല്ലേ? അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോ ഇവിടുത്തെ കൃഷി രീതികളോ? കൃഷിയിൽ എനിക്ക് ഇവിടെ നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. കൃഷി ഒക്കെ വെറുതെ കുറ്റിക്കാടുകളാണ്. ഞാൻ ആലോചിക്കാറ്, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വെറുതെ കിടക്കാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്ത് ഇതൊന്നും ചെയ്യാത്തത്, അവരൊന്നും ചെയ്യുന്നില്ല. അതെനിക്കൊരു വിഷമമുണ്ട്. കാരണം ഇത്രയും നല്ല തരിശ് നിരപ്പായ ഭൂമി കൃഷി ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്തില്ല അല്ലേ? ഒരു പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെ കൃഷി വിഭവങ്ങൾ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. കാലാവസ്ഥയാണ്. ഇപ്പൊ ഞാൻ മഞ്ഞ് കെട്ട ഒക്കെ വീണ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മള് പ്രായം ചോദിക്കരുതെന്നാ പറയാ. പക്ഷെ അപ്പച്ചന് എത്ര വയസ്സായി? 76 വയസ്സായി. അമേരിക്ക കണ്ടു, ഇന്ത്യ കണ്ടു, ലണ്ടൻ കണ്ടു, മകള് UK-ലുണ്ടല്ലേ? അപ്പൊ അപ്പച്ചൻ ഈ വിവരങ്ങൾ പങ്കുവെച്ചതില് സന്തോഷം. വേറെ കാര്യം, എനിക്ക് ഇതിൽ കുറെ സാറ് രാജ്യങ്ങൾ കാണുന്ന ആഗ്രഹമുണ്ട്. എനിക്കൊരാഗ്രഹം, യേശുക്രിസ്തു ഇസ്രായേൽ അത് കാണുന്ന ആഗ്രഹമുണ്ട്. അത് ഞാൻ സാധിച്ചെടുക്കും. നടക്കും. എന്താ പതിനെട്ട് ഒരു തെറ്റൂല. വേറെ ഒന്നും ആഗ്രഹമൊന്നുമില്ല. എനിക്ക് സൗദി അല്ലെങ്കിൽ ദുബായി ഒന്നും കാണേണ്ട ആഗ്രഹമില്ല. അമേരിക്ക ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടു. അമേരിക്ക ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും നല്ലൊരു ഭൂമി തരിശ് കിടക്കുന്ന കാണുമ്പോ എനിക്ക് വിഷമം. ഒരു കാര്യം പറഞ്ഞേ, ഇത്രയും നല്ലൊരു നിരപ്പായ ഭൂമി, ആ ഭൂമി ഇങ്ങനെ വെറുതെ കിടക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് വിഷമം. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. കൃഷി ചെയ്തൂടെ അല്ലെ? അതാണ് ചോദിക്കുന്നത്. പക്ഷെ കൃഷി ചെയ്ത് ഇവർക്ക് ഭക്ഷിക്കാവുന്ന കൂടുതൽ ഭക്ഷണം ഇവര് ഉണ്ടാക്കാണ്. ഇനി പിന്നെ ഉണ്ടാക്കി ആര് കഴിക്കാനാ? ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ടോ? ഇവിടെ ഞാൻ കാറിൽ പോകുമ്പോ കണ്ടത് ചോളം ഉണ്ട്. ചോളം സൈഡിൽ കൂടെ നിൽക്കുന്നത് ചോളം. ബദാം കണ്ടു, ഉണ്ടാക്കുന്നത്, ഉരുളക്കിഴങ്ങ് കൃഷി കണ്ടു. അങ്ങനെയൊക്കെ കണ്ടു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ തരിശാരി കിടക്കില്ലേ? അല്ല മോനെ, പിന്നെ എന്നിട്ടാണ് ഒരു ഞാൻ പറഞ്ഞത് ഒന്നുമില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് ഉണ്ടാക്കുന്നതിലും കൂടുതൽ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വേറെ ആർക്കാ വിൽക്കുന്നേ? ആയിരക്കണക്കിന് ഭൂമിയെ തരിച്ചു കിടക്കുന്നത്. എന്നാ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വൻ മരമൊന്നും ഇല്ല. ഇവിടെ നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ മരം കാണാൻ പോയത് ഓർക്കണല്ലേ? അത് പറഞ്ഞ സെക്വോയ ട്രീ. അത് 2700 വർഷം പഴക്കമുള്ള മരം. അതെ, അത് ഒരു മരമുള്ളു. പിന്നെ വല്ല ഉണ്ടോ? ഒക്കെ ഇല പോയിട്ട് കിടക്കുന്ന ഇല്ലേ? അത് പല പ്രദേശത്തും പല മാതിരിയാണല്ലോ. മരുഭൂമിയിൽ വളരുന്ന മരങ്ങള്, ഈ ഇല പോയ കുറെ മരങ്ങളുണ്ട്. അല്ല, നമ്മൾ ഫ്ലോറിഡയിൽ പോയാല് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലെ ഉള്ള മരങ്ങളും ചെടികളും കൃഷികളൊക്കെ കാണാട്ടോ. ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഉരുളക്കിഴങ്ങ്, ചീര എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ
കണക്കൂട്ടിയ അമേരിക്കയല്ല, അമേരിക്ക കണ്ട അമേരിക്ക നല്ലൊരു അമേരിക്കയാണ് നല്ല രാജ്യം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെയുള്ള ഒരാളും ഒരു തർക്കത്തിനോ വഴക്കിനോ ഞാൻ പറയുമ്പോ കേൾക്കാൻ പറ്റുമോ? അവര് ഒരാളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അവരെ കാര്യം നോക്കുന്നു, ജീവിക്കുന്നു. ഒരു വാതില് പോലും തുറന്നിടുന്നില്ല. ഒരു വീടിന്റെ ഒക്കെ അടുത്ത് അതിന്റെ അകത്ത് ആളുണ്ടോ? നമ്മുടെ പോലെയുള്ള വ്യക്തിബന്ധങ്ങളില്ലല്ലോ. നമ്മള് പോലെയുള്ള വ്യക്തിബന്ധങ്ങളില്ല. ആൾക്കാര് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഒരു മതില് കെട്ടിയിരിക്കാൻ അവർക്ക് ചുറ്റും. അതന്നെ, ആ മതിലൊന്നുമില്ലടെ. ഒരു വീടിന് മതിലുണ്ടോ? ഒരു മതിൽ വീടിനല്ല, മനുഷ്യരുടെ മനസ്സുകൾക്ക് മതിലല്ലേ. അതന്നെ. അവര് ഞാൻ പറഞ്ഞത് കേരളക്കാരൊക്കെ കേരളക്കാരെ അറിയിക്കാനാ പറഞ്ഞത്. ഒരു വാതിലും തുറന്നിട്ടുന്നില്ല. ഒരു വീട്ടിലേക്ക് അവർ കയറി വരുന്നില്ല. എന്താന്നുള്ള തെറി പറയാനോ ഒരു ചീത്ത പറയാനോ വരുന്നില്ല. ഒരുത്തല്ലോ അവരവരുടെ കാര്യം, മത്സര ബുദ്ധിയില്ല. ഒരു കുഴപ്പം. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും അവരുടെ ജീവിതം. അവരെ ഈ അമേരിക്കയിലുള്ള ജനങ്ങളുടെ ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരാൾക്ക് തണുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. അതെ, ഈ തണുപ്പാണ് എനിക്കിവിടെ. എനിക്ക് രാജ്യമൊക്കെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത പരിസ്ഥിതിയാണ്. നേരെ മറ്റൊരു കാര്യം പറയാം, തണുപ്പൊക്കെ സഹിച്ചൊക്കെ പോയിടക്കും. എന്റെ ഭൂമിയൊക്കെ വിറ്റ് കളഞ്ഞിട്ട് ആരുമില്ല. അപ്പച്ചന്റെ ആവലാതി നാട്ടിലുള്ള ഭൂമി കൃഷി ആര് ചെയ്യുമെന്നുള്ള ആവലാതിയാണ്. അതെനിക്കൊരു പ്രശ്നമല്ലേ. ഞാൻ എന്റെ അപ്പനായിട്ടുണ്ടാക്കിയ ഭൂമി അത് എനിക്ക് കളയാൻ പറ്റുമോ? അപ്പൊ കൃഷിഭൂമിയില് ഒട്ടനവധി കൃഷി ചെയ്ത് അധ്വാനിച്ചിട്ടുണ്ട്. കൃഷികളാണ് റബ്ബറും തെങ്ങും മാവ് 10,000 രൂപ ഒരു കൊല്ലം മാങ്ങ വിറ്റാ കിട്ടും എനിക്ക്. പോരെ. പിന്നെ നാളികേരത്തിന്റെ കാശ്, റബ്ബറിന്റെ കാശ്, നിങ്ങൾക്ക് ആയിട്ടാ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് എനിക്ക് കളയാൻ പറ്റുമോ? അപ്പൊ പണ്ട് മുതലേ ആ തൂമ്പ പിടിച്ച് പണി ചെയ്തത് നമുക്ക് അതല്ലേ, അത് വേണം അല്ലെ. കൈക്കോട്ടെടുത്ത് പണ്ടെടുത്ത എനിക്ക് ഇപ്പോഴും ആഗ്രഹം തന്നെയാണ്. അപ്പച്ചൻ തൃശ്ശൂർ ജില്ലക്കാരനാണെങ്കിലും കുടിയേറ്റ കർഷകനാണെന്ന് പാലക്കാരൻ. കോട്ടയം പാല നസ്രാണിയാ. പാല നസ്രാണി എന്ന് പറഞ്ഞാൽ ആരും ഞെട്ടും. മകനെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പത്രപ്രവർത്തനൊക്കെയാണ്. അദ്ദേഹത്തിനെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ഉദ്ദേശം താങ്കൾക്കുണ്ടോ? ഞാനേ എന്റെ കൂടെ റബ്ബർ വിട്ടുമ്പോ അവരെ ഒട്ടുപാല് പറിക്കാനായിട്ട് എന്നാ ആ 7 വർഷം ഇനി അവനെ പിടിച്ചുകൊണ്ടോണം. ഇനി അവനെ കൊണ്ടുപോയി റബ്ബർ വെട്ടിക്കാൻ കൊണ്ടുപോകാൻ പറ്റുമോ? അത് പ്രായമുള്ള 7-8 വയസ്സുള്ളൂ. അത് പഠിക്കാതെ പറയും. ആ പിന്നെ അവൻ വന്നല്ലേ 8 വയസ്സിന് ശേഷം അവൻ വന്നല്ലേ 8 വയസ്സ് വരെ. അപ്പൊ അപ്പത്തിനൊരു പ്രതീക്ഷ ഉണ്ടായി അവൻ പിന്നെയും വരുന്നുള്ള റബ്ബർ വെട്ടാൻ. അല്ല, പ്രതീക്ഷയില്ല. ഞാൻ അവനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവനെ ഈ റബ്ബർ വെട്ടാനാക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ അത് പോട്ടെ. അപ്പൊ ഈ അഭിമുഖം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. കേട്ടു. നന്നായിട്ട് ആഗ്രഹമുണ്ട്.